ഒത്തിരി നാളായി നിങ്ങൾ ഒത്തിരി പേര് പറയുന്നൊരു കാര്യമുണ്ട്, അന്നമ്മയുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെല്ലാം കാണണം, റൂമുകൾ കാണണം, വീട്ടിലുള്ളവരെ കാണണം, അവരുടെ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ എന്നും അത് മടിച്ച ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ കമൻറ്റിനും ഒക്കെ. ബാക്കിയുള്ള ഇച്ചിരി സമയത്ത് എൻ്റെ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു ലോകമാണിത്. നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് അതിങ്ങനെ പബ്ലിക് ആക്കാനുള്ളൊരു മടിയായിരുന്നു ഞാൻ ഇതുവരെ അതൊന്നും മടിച്ചത്. പക്ഷെ കുറേ അങ്ങോട്ട് കഴിയുമ്പോഴേ അങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്നതിൽ എന്ത് മടി എന്നുള്ളൊരു ചോദ്യം എന്നിൽ തന്നെ വന്നു. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ഒരു ഹോം ടൂർ വീഡിയോ ആണ്. അന്നമ്മയുടെ വീട്, അന്നമ്മയുടെ ഹാർമണി, അതിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട് ഏകദേശം ഒരു 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് 18 വർഷമായിട്ട് നമ്മൾ വെച്ചിട്ട്. സുനിയേട്ടൻ സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ. വീട് പണിയുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഒറ്റ നിലയേ പറ്റുള്ളൂ. അത് എത്ര റൂമാണെങ്കിലും കുഴപ്പമില്ല, ഒറ്റ നിലയിൽ എനിക്ക് വീട് വേണം. പരമാവധി ജനലുകൾ വേണം. എത്രമാത്രം വെളിച്ചം ഉള്ളിലേക്ക് കിടക്കാമോ അത്രമാത്രം വെളിച്ചവും കാറ്റും കിടക്കണം. വീടിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കാറ്റും മഴയും വെയിലും ഒക്കെ കിട്ടണം. അപ്പോൾ ആ രീതിയിലുള്ളൊരു വീടാണ് നമ്മൾ പണിതത്. ഉള്ളിൽ ഒരു ഓപ്പൺ സ്പേസാണ്. മുകളിൽ നിന്ന് വെള്ളവും മഴ വീഴും, വെയിൽ വരും, കാറ്റ് വരും ഒക്കെ ആണ്. ആകെ 3 ബെഡ്റൂമേ ഉള്ളൂ. ഞങ്ങൾ 4 പേരുണ്ട്. 2 മക്കളും ഞാനും സുനിയനും ഉണ്ട്. അപ്പോൾ ഒരാൾ വരും കേട്ടോ, ചോദിക്കാം അന്നമ്മയുടെ വീടാണോ? അപ്പോൾ ഇറങ്ങി വന്ന ആൾ പറയും ഇത് അന്നമ്മയുടെ വീടല്ലേ, ഇത് ഹാർമണിയാണ്, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും വീടാണ്. ശരിയാണ്, ഇത് അന്നമ്മയും കൂടെ താമസിക്കുന്ന ഒരു വീടാണ്, ഹാർമണിയാണ്. ഞങ്ങളെല്ലാവരുടെയും, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഞങ്ങളുടെയും ഗീതേച്ചിൻ്റെയും അജിലിൻ്റെയും റൗഫിൻ്റെ എല്ലാവരുടെയും കൂടെയുള്ളൊരു വീടാണ്. എന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ്. മുറ്റത്ത് നമ്മൾ ശരിക്കും ഒരു 30 സെൻറ്റിലാണ് ഈ വീട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് സ്പേസ് ഒന്നുമില്ല. പക്ഷേ ആ 30 സെൻറ്റിലും ഞാൻ ചെടികളും മരങ്ങളും പൂക്കളും പുല്ലുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറും. ഇത് കയറുമ്പോൾ നോർമലി ഏത് വീടും കയറുമ്പോൾ അതാ ഇങ്ങനെ കയറുന്നിടത്ത് തന്നെയല്ലേ എൻട്രൻസ് അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ, സിസ്റ്റം വേറെയാണ്. ഇങ്ങനെ വന്നിട്ട് നമ്മളതേ നേരെ ഇങ്ങോട്ട് വരും, ഇവിടെ വന്ന് ഇരിക്കും. ഇവിടെ വന്നിരുന്നിട്ടാണ്, ഇവിടെയാണ് നമ്മളുടെ ഷൂ റാക്സ് മൊത്തമുള്ളത്. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആണ് ഇത് പണിത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ചുറുക്കല്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമുക്കൊക്കെ വയസ്സാവും, അല്ലെങ്കിൽ ഷൂ ഒക്കെ ഇടാനും എളുപ്പത്തിനൊക്കെ എന്നാൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാലും ഇങ്ങോട്ട് വെച്ചിടാം, അല്ലെങ്കിൽ കാലും ഇങ്ങോട്ട് വെച്ചിടാം. അങ്ങനെ ഒരു സ്പേസാണ് ഫസ്റ്റ് നമ്മുടെ വരാന്തയുടെ ഈ മൂലയിൽ. എവിടെ ഇരുന്ന് വായിക്കാം, അത്യാവശ്യം സൊറ പറയാം. നമ്മുടെ ഒരു വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഫുള്ള് മരങ്ങളല്ലേ. പക്ഷെ നമുക്ക് പുറത്തേക്ക് കാണാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് ചുറ്റും വരാന്തയാണ്. ഞാൻ പറഞ്ഞത് 2200 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ 3 റൂമേ ഉള്ളൂ. പക്ഷേ ഈ ചുറ്റുമുള്ള വരാന്തകളാണ് നമ്മുടെ സ്പേസ്. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. വരാന്തയിൽ മാത്രം ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്, ഈ ചാരുപടിയിൽ. പിന്നെ ഇവിടെ തടിയുടെ കളറൊക്കെ പോയി, ഇനി പോളിഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നത് ഇത്രയും കറങ്ങി തിരിഞ്ഞ് വരണം. അപ്പോൾ വരുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ 2 റിലീഫാണ്. താമരയും ചെടികളും ഒക്കെ ഉള്ള ഒരു തീമാണ്. റിലീഫ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചുമരിൽ തന്നെ സിമെൻറ്റും കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പുറത്തൊരു 3 പനയോലകളാണ്. കാരണം നമ്മൾ പാലക്കാടും കരിമ്പനയായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. അപ്പോൾ 2 റിലീഫാണ്. ഞങ്ങളുടെ ഫാമിലി സുഹൃത്തായ ജയേട്ടനാണിത് ചെയ്തത്. മാത്രമല്ല പുള്ളി കുറേ പെയിൻറ്റിങ്ങും ഒക്കെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നടന്നു വന്നാലാണ് നമ്മുടെ മെയിൻ ഡോർ. ഇതാണ് നമ്മളുടെ ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ എന്തുകൊണ്ട് നേരെ കയറി വന്ന ഉടനെ വാതിൽ വെക്കാത്തതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ വാതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. പിന്നെ ഈ റൂമിന് ഒരു സ്പേസും ഉണ്ടാവില്ല. ഇങ്ങനെ വന്നാൽ ഇതൊരു നടപ്പാതയായില്ലേ, അത് നടപ്പാതയായി അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം നോക്കി കുറച്ചൊരു ഒതുങ്ങിയ ഒരു റൂം കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങനെ പാസേജ് അങ്ങനെ പോയി. സാൻഡ് സ്റ്റോണും റെഡ് സ്റ്റോണും ആണ്, അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതൊക്കെ റൂമിന് നല്ല തണുപ്പ് നൽകും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫ്രണ്ട് റൂം. ഇന്നിപ്പോൾ ഒരുപാട് സ്ലൈഡിങ് ഡോറൊക്കെ ഭയങ്കര ഈസിയാണ്, ഒത്തിരി സംവിധാനങ്ങളുണ്ട് അല്ലേ. 10-18 വർഷം മുമ്പ് ഈ സ്ലൈഡിങ് ഡോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പോലും അന്ന് നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെക്കുക മാത്രമല്ല അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റും ചെയ്തു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡൈനിങ് ആണല്ലോ. അപ്പോൾ ഡൈനിങ്ങിൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് ഈ സ്ലൈഡിങ് ഡോർ. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് അല്ലാതെ ഇത് അടയ്ക്കേണ്ട വന്നിട്ടില്ല. കാരണം നമുക്കിവിടെ വരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഫാമിലിയും ഫ്രണ്ട്സുമാണ്. അപ്പോൾ അതുകൊണ്ട് സംവിധാനം ചെയ്തു വെച്ചു. ഓക്കെ, അപ്പോൾ അവിടുന്ന് നേരെ നമ്മളിതാ
ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡൈനിങ് ടേബിൾ. ഈ ടേബിൾ ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് 2 വർഷമായിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, അന്ന് വീട് പണിയുന്ന കാലത്ത് ഇങ്ങനെ ഒരു ഷെൽഫൊക്കെ അന്നൊരു ട്രെൻഡായിരുന്നു. ഇന്നാണ് ഇങ്ങനെയൊന്നും വെക്കത്തില്ല കേട്ടോ. കാരണം ഇതൊക്കെ എല്ലാ മാസവും ഇതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് തുടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കേടാ. എന്നാലും അത്യാവശ്യം ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ്, പിള്ളേർക്ക് കിട്ടിയ കുറച്ച് ട്രോഫികൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്, ഗിഫ്റ്റുകളൊക്കെയാണ് ഉള്ളത്. ഇത് നമ്മൾ പണിത സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞു. ഇന്നിപ്പോൾ ഈ നാടുമുറ്റമൊക്കെ ഭയങ്കര പോപ്പുലറാണ് അല്ലേ. ഏറ്റവും എനിക്കിഷ്ടം മഴക്കാലത്താണ്. നമ്മൾ ഇത്ര നാൾ ഇത് അടച്ചു വെച്ചേക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ വീണ്ടും പ്രാവശ്യം പെയിൻറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ തുറന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് കുഞ്ഞു കുഞ്ഞു മീനിനെയും കൂടി ഇടാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് അത്യാവശ്യം വായനയും എഴുത്തും ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. കാരണം എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു വരാന്തയാണ് ഇവിടെ. ഈ സൈഡ് നിറച്ച് പുല്ലും കാറ്റും കിളികളും പൂമ്പാറ്റകളും എപ്പോഴും ഉണ്ടാവും. ഇത് പിന്നെ നമ്മളുടെ കമ്പ്യൂട്ടർ ആണ്. പിന്നെ ഇത് നമ്മളുടെ ബുക്ക് ഷെൽഫാണ്. സാധാരണ എല്ലാവരും പുസ്തകങ്ങൾ വാങ്ങിയിട്ട് വായിക്കുകയല്ലേ. ഞാൻ നേരെ തിരിച്ചാണ്. ഞാൻ വായിച്ച പുസ്തകങ്ങൾ മാത്രമാണ് കൂടുതലും വാങ്ങാറ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ്, റീഡിങ് ആൻഡ് കോമൺ സ്പേസും ഒക്കെ ഒരു എൻ്റർടൈനിങ് ഏരിയ ഒക്കെ വരുന്ന ഏറ്റവും വലിയൊരു നമ്മുടെ ഹാർമണിയുടെ ഇതാണ് കണ്ടാ. ഇവിടെ ഇങ്ങനെ മലന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ആകാശം മൊത്തമായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് 3 ബെഡ്റൂം, കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ. പിന്നെ പുറത്തൊരു കിച്ചൺ ഉണ്ട്, ഗീതേശ്വരി കിച്ചൺ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എനിക്കവിടെ പ്രവേശനമില്ല. അമ്മായി തന്നെ ശരിയാക്കും. അപ്പോൾ ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. സത്യത്തിൽ ഞങ്ങൾ ബെഡ്റൂമിലൊക്കെ എന്താ പറയുക ചിലവഴിക്കുന്ന സമയം വളരെ കുറവാട്ടോ. കാരണം എല്ലാവരും എപ്പോഴും കോമൺ സ്പേസിലും ഉറങ്ങി തുമ്മുമ്പോഴേ വരത്തുള്ളൂ. ഇതാണ് എൻ്റെ വാർഡ്രോബ്. ഈ വീട്ടിലെ ഏറ്റവും വൃത്തിയായിരിക്കുന്ന സ്ഥലം ഇതായിരിക്കും. കാര്യം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ സിപ്പ് ലോക്കിലാക്കിയിട്ട് അടുക്കി വെക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആസ്മയുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ തുണികൾക്കൊരു മണമില്ല, അടിച്ചാൽ പെട്ടെന്ന് എനിക്ക് ആസ്മ കൂടും. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ സിപ്പ് ലോക്കിൽ വെക്കും. പിന്നെ ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ക്യാമറയുടെ സിസ്റ്റം, ഇതിനുള്ളിലും നമുക്കൊരു ബർഗ്ലർ അലാറും സിസ്റ്റം ഒക്കെ ആയിട്ടുള്ളൊരു മൊത്തത്തിൽ കള്ളന്മാരെ അടുപ്പിക്കാത്തൊരു 2 രീതിയിൽ 2 സിസ്റ്റം. ഇത് രണ്ടുമാണ്. അതെല്ലാം മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ബാത്റൂമാണ്. ഇതൊരു ചെറിയൊരു ഏരിയ ആണ് കേട്ടോ. നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതാ അടുക്കി ഒതുക്കിയും വെച്ചിട്ടുള്ളത് ഇതാ ഇവിടെയാണ് കേട്ടോ. ഇതാർക്കും എന്താ പറയുക പ്രവേശനം ഇല്ലാത്ത ഏരിയ ആണ്. അതുപോലെ ഇതൊരു ഇത് കണ്ടോ, നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് ഡ്രസ്സിൻ്റെ അകത്തേക്ക് ഇടുക. നാളെയാണ് ഇത് എടുത്തിട്ട് നമ്മൾ അലക്കുക. അപ്പോൾ ഇനിയുള്ളത് സച്ചുവിൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ സച്ചൂട്ടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഞങ്ങളുടെ എഡിറ്റിംഗ് റൂം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ എഡിറ്റിങ്, ഇവിടെ റൗഫിരിക്കും, ഇവിടെ അജിലിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ എന്താ പറയുക പകൽ ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയം. ഇനിയുള്ളത് താരുവിൻ്റെ റൂമാണ്. ഓക്കെ, അവളുടെ റൂം എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുറകെ നടന്ന് അടുക്കി പെറുക്കുന്നതുകൊണ്ടും എൻ്റെ കുറേ ചീത്ത കേൾക്കുന്നതുകൊണ്ടും കുറേയൊക്കെ അവൾ എന്താ പറയുക സൂക്ഷിച്ചു വെക്കും. അവളുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവളുടെ സിത്താറിൻ്റെ ബാത്റൂമാണ്. അതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഇത് അവളുടെ പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ അടുക്കി വെക്കുന്ന സ്ഥലം കണ്ടോ. ഇത് മൊത്തം എൻ്റെ ആഭരണങ്ങളാണ്. ഏറ്റവും വിലപ്പെട്ട ആഭരണങ്ങളാണ് എൻ്റെ കുപ്പിവിളകൾ കണ്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സിത്താരയുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലമാണ്. 10 വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ ബെഡ് മാറ്റി. നമ്മൾ 19 വർഷമായി നമ്മളിപ്പോൾ 2 തവണ ബെഡ് മാറ്റി. തലവേണയല്ല തലയിണ അങ്ങനെയല്ല, 6 മാസം കൂടുമ്പോൾ ഞാൻ മാറ്റും. എന്നിട്ട് നമ്മൾ നല്ല ഓഫറൊക്കെ വരുമ്പം ഇങ്ങനെ മേടിച്ച് വെക്കും. ഇതിൽ 2-3 കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഞാൻ പറയില്ല അലർജറ്റിക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതലും വായും മൂക്കും തലയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നൊരു സാധനമാണല്ലോ തലയിണ. അപ്പോൾ 6 മാസം കൂടുമ്പോൾ മാറ്റാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രില്ല് കേട്ടോ. ബാക്ക് ഡോറാണ്. ഇവിടുന്ന് അങ്ങനെ പോയാൽ ഗീതച്ചിയുടെ അടുക്കളയിലേക്ക്. ആ അടുക്കള ഞാൻ പലപ്പോഴും പഴയ ഷൂട്ടിലും ഞാൻ കാണിക്കാറുണ്ട്. ബാക്ക് ഡോർ നമുക്ക് മയിൽ കിടന്ന് കൂണ കണ്ട ഇതാ ഇങ്ങോട്ട് ഇനിയിപ്പോൾ ഇരുട്ടായി കൊണ്ട് കാണില്ല. ഇവിടെ മൊത്തം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോഴീനേക്കാളും ശല്യം കാക്കേനേക്കാളും ശല്യം മയിലാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ മയിലിനെ ഭയങ്കര അത്ഭുതമല്ലേ. നിങ്ങൾക്ക് ആ സാധനങ്ങൾ ഭയങ്കര ശല്യമാണ്. ഒരു സാധനം വെക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതാണ് ഗ്രില്ല്. ഓക്കെ, ഇതൊരു വാഷിംഗ് മെഷീൻ, ഇവിടെ തേക്കുന്ന ഒരു ഏരിയ, ഇവിടെ ഒരു ചെറിയ എന്തുണ്ട് സിങ്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ, എൻ്റെ കിച്ചൺ. അപ്പോൾ ഇവിടെ ചായയും കാപ്പിയാണ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കാറ്. പിന്നെ ഷൂട്ടിങ് എവിടെയാണ്, ബാക്കിയെല്ലാം ഗിരിച്ച അവിടെയാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. ഞാൻ മാത്രം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്ലീനിങ്ങിലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്നറിയോ, അവരുടെ അടുക്കള ക്ലീനിങ് ആണ്. അവർ ഓരോന്നും നോക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി തുടച്ച് അടിയിൽ പേപ്പർ വീഴിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. എല്ലാ റൂമിലും ഞാൻ എൻ്റെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെ വെക്കാമോ അവിടെയൊക്കെ ചെടികൾ വെച്ച്. എനിക്ക് എപ്പോഴും ഇങ്ങനെ പച്ച നിറം അകത്തും പുറത്തും ആവുന്ന വെച്ചാൽ ഇതിൻ്റെ മുകളിലൊക്കെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ
വലിഞ്ഞു കയറാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം ഒഴിക്കണമല്ലോ, അതൊക്കെ കുറേ ഒഴിവാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇന്ന് നമുക്ക് ആകെയുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്, വാഷ് ഏരിയ. അപ്പോൾ ഇതാണ് ഒരു കോമൺ ബാത്റൂം. കോമൺ ആയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടും. പിന്നെ ഈ സച്ചുവിൻ്റെ റൂമിന് ബാത്റൂം ഇല്ല, സിത്താരയുടെ റൂമിലും ഉണ്ടായിരുന്നില്ല. നമ്മളത് പിന്നീട് പണിയാണ് ചെയ്തത്. എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ എപ്പോഴും കുട്ടികളുണ്ടായിരിക്കും. നമ്മുടെ കുട്ടികളുണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളുണ്ടാവും, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുട്ടികളുണ്ടാവും. കുട്ടികൾക്ക് ഇങ്ങനെ യഥേഷ്ടം ഓടിക്കളിക്കാൻ കഴിയണം. ഈ ഒരുപാട് സാധനങ്ങൾ, വില കൂടിയ ഫർണിച്ചറുകൾ, പൊട്ടുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യും. അവിടെ കയറരുത്, ഇവിടെ കയറരുത്, അവിടെ ചാടരുത്. അപ്പോൾ ആ ഒരു സംഭവം എനിക്കിഷ്ടമില്ലായിരുന്നു. അപ്പോൾ സാധാരണ ഇനിയിപ്പോൾ പിള്ളേർ എന്ത് കാണിച്ചാലും കേടാവാത്ത രീതിയിലുള്ള ഫർണിച്ചറുകൾ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ അലമാര, മേശ, കസേര അങ്ങനെയുള്ള സാധനങ്ങൾ വളരെ കുറവാണ്. എല്ലാ റൂമിനും ബിൽറ്റ് ഇൻ വാർഡ്രോബ്സാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡ്രസ്സും കാര്യങ്ങളും. ഇപ്പോൾ സിത്താരയും സച്ചും വലുതായതിന് ശേഷമാണ് അവർക്ക് ആ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഇരുന്ന് എഴുതാനും പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കത് കുറേ കഴിഞ്ഞപ്പോൾ പോരാ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആകെ ഒരു 2 ബെഞ്ചും ഡെസ്കും വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ റൗഫും അജിലും ഒക്കെ കൂടെ എഡിറ്റിങ് ഇങ്ങോട്ട് മാറ്റിയപ്പോഴാണ് അങ്ങനെ 2 മേശയും വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതുപോലും ഇല്ല കേട്ടോ. എപ്പോഴും റൂം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കും. ഞാൻ എല്ലാ അർത്ഥത്തിലും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ആളുകളോടാണെങ്കിലും സാഹചര്യങ്ങളോടാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ 2-3 കാര്യങ്ങൾ ഇന്നെ എത്ര നിർബന്ധിച്ചാലും, എന്നെ എത്ര ബുദ്ധിമുട്ടിച്ചാലും, എത്ര അതിൻ്റെ പേരിൽ എന്നെ പീഡിപ്പിച്ചാലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ഒന്ന്, വൃത്തിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ചിങ്ങനെ എന്താ പറയുക, OCD ഉള്ള കൂട്ടത്തില്ല. ഈ വൃത്തിയില്ലാത്ത ഹോട്ടലിലൊന്നും ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ കഴുകില്ല. ആ വാഷ് ബേസിൻ്റെ അവിടെ വൃത്തികേടാണെങ്കിൽ പിന്നെ കഴിച്ചൊക്കെ ഞാൻ ഛർദ്ദിക്കും. അതുപോലെ വൃത്തിയില്ലാത്ത ബാത്റൂംസ്, മണമുള്ള ബാത്റൂംസ്, പബ്ലിക് ടോയ്ലറ്റ്സ് ഇതൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ വേണമെങ്കിൽ വഴിയിലിരുന്നിട്ട് ചൂച്ചു വിടും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിച്ചു വാരിയിടുന്നത് ഭയങ്കര ദേഷ്യം. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുക്കി പറക്കി വെക്കണം, അല്ല വലിച്ചു വാരിയിടുന്നത്. ഇവിടെ സുനിയണ്ണും രാജു, മോളുണ്ട്, ഞാനുണ്ട്, സച്ചുപ്പില്ല, സച്ചു ഉണ്ട്. അതിൽ എൻ്റെ ഈ ഒരു അടുക്കി പറക്കണ സ്വഭാവം, വൃത്തിയുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത് സച്ചുവിന് മാത്രമാണ്. സിത്താര എല്ലാം വലിച്ചിടും, സുനിയണ്ണ അതിനേക്കാൾ കൂടുതൽ വലിച്ചിടും. ഈ 25 വർഷത്തെ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ ആ മനുഷ്യനോട് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് കൂടിയിട്ടുള്ള ഈ ഒരു കാര്യം. അപ്പോൾ എല്ലാവരെയും പോലെയും എനിക്കും വീട് നല്ല വൃത്തിയായിരിക്കണം, ഒത്തിരി സ്പേസ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതായിരിക്കണം, കാറ്റും വെളിച്ചവും ധാരാളവും കയറി ഇറങ്ങുന്നതായിരിക്കണം. അങ്ങനെയൊക്കെയാണ്, അതിനനുസരിച്ചാണ് നമ്മൾ വീട് വെച്ചത്. അപ്പോൾ ഓരോ പെയിൻറ്റിങ് സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേക്ക് ഓവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ പെയിൻറ്റിങ് നമ്മൾ നടത്തണമെന്ന് വിചാരിച്ചു, മൊത്തത്തിൽ നടന്നില്ല. അതുകൊണ്ട് പക്ഷേ ഒരു തീം ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മളൊന്നും മാറ്റിയിട്ടേ ഇല്ല. അപ്പോൾ പെയിൻറ്റ് മാറ്റിയില്ലെങ്കിലും വീടിൻ്റെ അകവും പുറവും ചില മേക്ക് ഓവറുകൾ വരുത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെയുള്ള സമയത്ത് ഹിന്ദിക്കാരും ഞാനും ഒക്കെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ. ഇത്തവണ ഹിന്ദിക്കാർ കമ്പനി അടച്ചേക്കാണ്, 2 മാസത്തേക്ക് അവർ പോയി. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏജൻസിനെ വിളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മൊത്തത്തിൽ അവരാകുമ്പോൾ നമ്മുടെ കണ്ണെത്താത്ത കയ്യെത്താത്ത സ്ഥലത്തുള്ള പൊടികളും അഴുക്കുകളും ഒക്കെ നീക്കം ചെയ്തിട്ട് നല്ല വീട് വൃത്തിയാക്കും. അപ്പോൾ അവർ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ അറേഞ്ച്മെൻറ്റും അടിപൊളിയായിട്ട് നടക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളുടെ ഹാർമണീനെ ഒരു മേക്ക് ഓവറാണ്. അപ്പോൾ ഇതൊരു ഹോം ടൂർ വീഡിയോ ആണ്. നമ്മുടെ ഹാർമണീനെ ഒരു മേക്ക് ഓവർ ചെയ്യുന്നൊരു വീഡിയോയും കൂടിയാണ്.